കോവിഡ് മൂലം മുടങ്ങിയ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ആദ്യം നടത്തുമെന്ന് കേന്ദ്രം. മാർച്ച് 1-ന് സെൻസസ് ആരംഭിക്കും. ശൈത്യകാലം രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ മാത്രം സെൻസസ് നടപടികൾ അടുത്ത വർഷം ഒക്ടോബറിൽ തുടങ്ങും. ഗൗതം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, എന്താണ് വിവരങ്ങൾ? വീണ, ഈ സെൻസസിന്റെ നടപടിക്രമങ്ങൾ ഈ 2027 മാർച്ച് മാസം 1-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അതേസമയം ശൈത്യകാലം ഉള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക്, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് പോലുള്ള സ്ഥലങ്ങൾ, ഇത്തരത്തിൽ മഞ്ഞുവീഴ്ച ഉള്ളതായ സ്ഥലങ്ങളിൽ അടുത്ത വർഷം ഒക്ടോബർ മാസം 1-ന് സെൻസസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും. അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ രാജ്യത്ത് എല്ലായിടത്തും 2027 മാർച്ച് 1-നകം സെൻസസ് ആരംഭിക്കുക. ഈ സെൻസസിന്റെ പ്രത്യേകത ജാതി സെൻസസ് കൂടി ഉൾപ്പെടുന്നു. രാജ്യത്തെ ജാതികളും ഉപജാതികളും സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് കൂടി കേന്ദ്ര സർക്കാർ നടത്തുകയാണ്. മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ജാതി സെൻസസ് നടന്നതെങ്കിൽ അതിനുശേഷം പല രാഷ്ട്രീയ പാർട്ടികളും ഇത് സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അതുണ്ടായിട്ടില്ല. ഈ സെൻസസിനൊപ്പം ജാതി സെൻസസ് കൂടി നടത്തുന്നു കേന്ദ്ര സർക്കാർ എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, ആ സെൻസസിന്റെ സമയക്രമത്തിൽ മാറ്റവും ഉണ്ടായിരുന്നു. കാരണം 2011-ലാണ് അവസാനമായി നടന്നത്. പിന്നീട് നടക്കേണ്ടിയിരുന്നത് 2021-ലായിരുന്നു. പക്ഷെ ലോകമെമ്പാടും കോവിഡിന്റെ വ്യാപനം ആ വർഷം ഉണ്ടായതിനാൽ പിന്നീട് അതിന്റെ നടപടിക്രമങ്ങൾ വല്ലാതെ വൈകുകയായിരുന്നു. എന്തായാലും 2027 മാർച്ച് മുതൽ സെൻസസ് ആരംഭിക്കും. മഞ്ഞു പെയ്യുന്ന പ്രദേശങ്ങളിൽ അടുത്ത വർഷം ഒക്ടോബറിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങും. ഓക്കെ, ശരി ഗൗതം.